നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലപ്പുറം ഒഴിച്ചുള്ള ഏറെക്കുറെ എല്ലാ DCC അധ്യക്ഷന്മാരും വരുന്ന 10-ാം തീയതിയോടുകൂടി സ്ഥാനമൊഴിയും, പുതിയ DCC അധ്യക്ഷന്മാർ ചുമതലയേൽക്കും എന്ന് വ്യക്തമായതോടെ കോൺഗ്രസിൽ വലിയ പോരാട്ടം നടക്കുകയാണ്. DCC അധ്യക്ഷന്മാരായി പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് 13 DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ DCC അധ്യക്ഷന്മാരായി മുന്നോട്ട് വച്ച പേരുകൾ കണ്ടപ്പോൾ പലരും മൂക്കത്ത് വിരൽ വച്ചു പോയി. ചെറുപ്പക്കാരായ DCC അധ്യക്ഷന്മാരെ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പലരുടെയും പേരുകൾ 70 വയസ്സ് കഴിഞ്ഞവരുടേതാണ്. ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള, അജയ് തറയിൽ അടക്കമുള്ള പഴയ പടക്കുതിരകൾ ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നവരുടെ പേരുകളാണ് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് അത്രേ. ഇതോടുകൂടിയാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂക്ഷമായത്. ആഗസ്റ്റ് 10-ന് മുമ്പ് KPCC തലത്തിലും DCC തലത്തിലും പുനഃസംഘടന നടത്തി പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കണമെന്ന അന്ത്യശാസനം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു. അതിനായി DCC അധ്യക്ഷന്മാരെ മാറ്റാനായി ലിസ്റ്റുകളും ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് പാലോട് രവിയെ മാറ്റിയപ്പോൾ തന്നെ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. പാലോട് രവിയേക്കാൾ പ്രായമുള്ള ഏതാണ്ട് 80 വയസ്സടുത്താകാറായ N ശക്തനാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റ്. ഇനി മാറ്റുന്ന എല്ലാ DCCകളിലും ഒരുപക്ഷെ തലമുതിർന്ന നേതാക്കൾ വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. എറണാകുളത്താകട്ടെ അജയ് തറയിലെ പോലെ ഒരാളുടെ പേരാണ് കേൾക്കുന്നത്. അജയ് തറയിൽ ഏതാണ്ട് 50 വർഷങ്ങളായി ഈ പാർട്ടിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലും വളരെ പ്രായം ചെന്നവരുടെ പേരുകൾ DCC അധ്യക്ഷന്മാരായി ചേർത്തത് വലിയ പ്രതിഷേധവും എതിർപ്പുമാണ് കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദിനെ പോലെ 70 വയസ്സടുത്ത ആളുകളെ കൊല്ലത്ത് DC പ്രസിഡന്റ് ആക്കണമെന്നുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെ പ്രായം ചെന്ന ആളുകളെ DCC അധ്യക്ഷന്മാരാക്കി ഈ പാർട്ടിയുടെ സാധ്യതയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് അട്ടിമറിക്കുന്നതെന്നാണ് യുവ നേതാക്കൾ ചോദിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ സീനിയർ നേതാക്കൾ DCC പ്രസിഡന്റുമാരായി പ്രായം ചെന്ന നേതാക്കൾ വേണമെന്നും അവർക്കാണ് അനുഭവ സമ്പത്തെന്നും എല്ലാ സമുദായ വിഭാഗങ്ങളെയും കൂട്ടിയോജിച്ചു കൊണ്ടുപോകാൻ പ്രായം ചെന്നവർക്കേ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമാണെന്ന് യുവ നേതാക്കളും പറയുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. കോൺഗ്രസിൽ DCC അധ്യക്ഷന്മാരെ മാറ്റി നിയമിക്കുമ്പോൾ വലിയ തമ്മിലടി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും VS ജോയിയെ മാറ്റാതെ ബാക്കി 13 DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ ഏറെക്കുറെ ജോയിയുടെ പ്രായമുള്ള ആളെയെങ്കിലും DCC അധ്യക്ഷനായിട്ട് വെക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇപ്പോൾ 60-70 വയസ്സായ ആളുകളെ, അത് ചിലർ പലതവണ KPCC ഭാരവാഹികളായി രാഷ്ട്രീയം നിർത്തിപ്പോയവർ വരെയുണ്ട്. KPCC ഭാരവാഹികളായി DCC പ്രസിഡന്റുമാരായി രാഷ്ട്രീയം നിർത്തി പോയവർ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇടുക്കി ജില്ലയിൽ N അശോകനെ പോലെയുള്ള DCC പ്രസിഡന്റ് ആളുകളെ DCC പ്രസിഡന്റുമാരായി നിയമിക്കാനാണ് അത്രേ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അശോകനൊക്കെ ഏതാണ്ട് 60 വയസ്സ് 70 വയസ്സടുത്തായ ആളുകളാണ്. ചെറുപ്പക്കാരായ ആളുകൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഉള്ളപ്പോൾ, ചെറുപ്പക്കാരായ ആളുകൾ എറണാകുളം ജില്ലയിലുള്ളപ്പോൾ, വളരെ ചെറുപ്പക്കാരായ ആളുകൾ കൊല്ലത്തും കോഴിക്കോടുമെല്ലാം ഉള്ളപ്പോൾ എന്തിനാണ് ഈ പ്രായം ചെന്നവരെ DCC അധ്യക്ഷന്മാരാക്കി വെച്ച് പാർട്ടിയുടെ സാധ്യതകൾ അവസാനിപ്പിക്കുന്നെന്നുള്ള ചോദ്യമാണ് യുവാക്കൾ ഉയർത്തുന്നത്. ഏതായാലും ആഗസ്റ്റ് 10-ന് ശേഷം കോൺഗ്രസിൽ എന്ത് സംഭവിക്കാം? വയസ്സന്മാരെയും കിളവന്മാരെയും DCC അധ്യക്ഷന്മാരായി വച്ചാൽ പിന്നെ കോൺഗ്രസിൽ ഒരു പൊരിഞ്ഞ അടി ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.